കണ്ണൂർ തലശ്ശേരിയിൽ മദ്യലഹരിയിൽ നാട്ടുകാരെയും SIയെയും ആക്രമിച്ച യുവതി റിമാൻഡിൽ. തലശ്ശേരി കുളിബസാർ സ്വദേശി റസീനയാണ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ഇന്നലെ രാത്രിയാണ് മദ്യലഹരിയിൽ യുവതി നാട്ടുകാരെ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തത്. സുനിൽ ഐസക്കുണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ, മദ്യലഹരിയിലായിരുന്ന യുവതിയുടെ പരാക്രമങ്ങളാണ് ഉണ്ടായത്. മദ്യപിച്ച് ആളുകളുമായി ബഹളമുണ്ടാക്കുകയും നാട്ടുകാരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്ത നിരവധി സംഭവങ്ങൾ റസീനയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ പക്ഷേ പോലീസ് ഈ മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളമുണ്ടാക്കിയെന്ന കുറ്റം ചുമത്തിയായിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് അത് ജാമ്യം ലഭിക്കുകയും ചെയ്യും. പക്ഷേ അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഇവർ ഈ ഇത്തരത്തിൽ മദ്യപിച്ച് പൊതുയിടത്തിൽ ബഹളമുണ്ടാക്കുന്ന ഒരു സ്ഥിരം സംഭവം തന്നെയായി മാറിയിട്ടുണ്ട്. നേരത്തെ തലശ്ശേരി ടൗണിലും ഒപ്പം ചൊക്ലിയിലും പാറാടുമൊക്കെ വെച്ച് ഇത്തരത്തിൽ ആളുകളെ ആക്രമിക്കുകയും മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും ഒക്കെ ചെയ്ത സംഭവം റസീനയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കേസുകളും പരാതികളും ഒക്കെ ഉണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിലത്തെ സംഭവം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി ഏതാണ്ട് 8:30 മണിയോടുകൂടിയാണ്. പതിവ് പോലെ അവരുടെ സ്വന്തം കാറിലാണ് മദ്യപിച്ച് എത്തുന്നത്. അതിനുശേഷം അവിടെ റോങ് സൈഡിൽ കാർ പാർക്ക് ചെയ്യുകയും അതിനെ ചോദ്യം ചെയ്ത ആളുകൾക്ക് നേരെ തട്ടിക്കയറുകയുമായിരുന്നു. അങ്ങനെയാണ് സംഭവങ്ങളുടെ ഒരു തുടക്കം. അതിനുശേഷം നാട്ടുകാരും റസീനയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുകയും ബഹളമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അതിനുശേഷം നാട്ടുകാരെ റസീന ആക്രമിച്ചു എന്നാണ് പരാതി. എന്തായാലും ഈ സംഭവം അറിഞ്ഞ് തലശ്ശേരി SI ദീപ്തിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ സ്ഥലത്തെത്തുകയും റസീനയെ ബലമായി കസ്റ്റഡിയിലെടുത്ത് പോലീസ് ജീപ്പിലേക്ക് മാറ്റുകയും ചെയ്തു. അതിനുശേഷം തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് ഇവരെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും വഴി റസീന SI ദീപ്തിയെ ആക്രമിച്ചു. ഇവരുടെ മുഖത്തടിക്കുകയും മറ്റും ചെയ്തു. ഇതിനുശേഷമാണ് പോലീസിനെ ആക്രമിച്ചു, ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നു തുടങ്ങിയ വകുപ്പുകൾ കൂടി നടത്തിക്കൊണ്ട് റസീനയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാത്രിയോടുകൂടി തലശ്ശേരി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി അവരുടെ വീട്ടിൽ ഹാജരാക്കുകയാണ് ചെയ്തത്. എന്തായാലും മജിസ്ട്രേറ്റ് റസീനയെ 14 ദിവസത്തേക്ക് ഇന്നലെ രാത്രി തന്നെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെയും ഞാൻ മുമ്പ് പറഞ്ഞു നിരവധി കേസുകൾ സമാനമായ രീതിയിൽ റസീനയ്ക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ശരി, സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.